അന്ന് ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. 100-200 വർഷക്കാലം ഒരു ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ അകപ്പെട്ട ജനവിഭാഗം, ഒരു രാജ്യം എന്നല്ല, ഒരു ജനവിഭാഗം, അന്നങ്ങനെ രാജ്യം എന്നുള്ളതിലേക്ക് വന്നിട്ടില്ല. കാരണം അനേകം രാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രദേശത്തെ അതിൽ നിന്ന് ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അതായത് നിങ്ങളല്ല ഈ രാജ്യത്തിന്റെ ഉടമകൾ, ഈ രാജ്യത്തിന്റെ ഉടമസ്ഥർ ഇവിടെ ജനിച്ച് ജീവിച്ചു വളർന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിടണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുക. ആ ചൂഷണത്തിന് വേണ്ടി രാജ്യത്തെ മനുഷ്യാധ്വാനത്തെ, മനുഷ്യരെ മൃഗങ്ങളെ പോലെ, അടിമകളെ പോലെ ഉപയോഗിക്കുക. ആ പണിയാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണി ചെയ്യുന്നതിന് വേണ്ടി അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന, രാജ്യത്തെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജാക്കന്മാരെ, നാടുവാഴികളെ, നാട്ടുപ്രമാണികളെ, മതജാതി നേതൃത്വത്തെ ഒക്കെ തന്നെ പണവും പട്ടും കൊടുത്ത് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി ആണ് നമ്മുടെ നാടിനെ, നാട്ടുകാരെ ബ്രിട്ടീഷുകാർക്ക് ചൂഷണം ചെയ്യുന്ന വേദിയാക്കി ഉപയോഗിച്ചത് എന്ന് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യം ജാതീയമായി, ജന്മിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി ഭരിക്കുന്നത്, EMS കേരള സമൂഹത്തെ കുറിച്ച് വിവരിച്ചതുപോലെ ജാതി ജന്മി നാടുവാഴി, ഇതാണ് സമൂഹത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതി, സാമ്പത്തിക വ്യവസ്ഥിതി, രാഷ്ട്രീയ വ്യവസ്ഥിതി. അപ്പൊ സമൂഹത്തെ, സമ്പത്തിനെ, രാഷ്ട്രീയ അധികാരത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ ജാതിയും ജന്മിയും നാടുവാഴിയുമാണ്. ആ ജാതി ജന്മി നാടുവാഴി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ജാതിയിൽ എന്താണ് മുന്നിലുള്ള ജാതി അങ്ങനെയൊന്നുമില്ല, പക്ഷെ പറഞ്ഞു അങ്ങനെ ശീലിക്കുന്നതാണ്. ഒരാളും മുന്നിലുമല്ല, ഒരാളും പിന്നിലുമല്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ അങ്ങനെ തരംതിരിക്കപ്പെട്ട ഒരു സാമൂഹ്യ ക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചേൽപ്പിച്ച് അവർ തിരിച്ചു പോകുന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ, ആലോചിക്കാനാണ് ഈ വട്ടമേശ സമ്മേളനങ്ങളടക്കം ചേരുന്നത്. അപ്പൊ അംബേദ്കർ പറയുന്ന ഒരു ആശങ്കയുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ, വെറുതെ സ്വാതന്ത്ര്യം തന്നിട്ട് പോയി കഴിഞ്ഞാൽ, ഇവിടെ ഉയരാൻ പോകുന്നത്, ഇവിടെ ചുരുക്കം ചില പ്രഭുക്കന്മാരുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക അധികാരവും സാമൂഹ്യ അധികാരവും അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണവും കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമാണ് വരിക. കാരണം ഇന്ത്യ ആയിരത്താണ്ടുകൾ ശീലിച്ചു വന്നിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതി ആണ്. അതിന് അംബേദ്കർ പറഞ്ഞ കൃത്യമായ വാക്കുകളുണ്ട്. ഗ്രേഡഡ് ഇനിക്വാളിറ്റി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് തിരിച്ചിരിക്കുകയാണ്, മനുഷ്യരെ ഗ്രേഡായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ. ഏറ്റവും ഉയർന്ന എല്ലാ അധികാരാവകാശങ്ങളുമുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 വർണ്ണങ്ങൾ, 4 ജാതികൾ, അതിൽ പെടാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അവരെ കുറിച്ച് പരാമർശമേ ഇല്ല, വർത്തമാനമില്ല, ഒരു അധികാരാവകാശങ്ങളുമില്ല. അപ്പൊ ഇവരിൽ തന്നെ, ഈ 4 വർണ്ണങ്ങളിൽ തന്നെ പ്രമാണിമാരായിട്ടുള്ളവർ ഏത് സാമൂഹ്യ വ്യവസ്ഥയിലും ഉണ്ടാവുമല്ലോ. പരമ്പരാഗതമായി ഈ പണവും അധികാരവും ഉപയോഗിച്ച് ശീലിച്ച് ഇതൊക്കെ കുത്തകയാക്കി വെച്ചിട്ടുള്ള ഈ ചുരുക്കം ചില പ്രഭുക്കന്മാരിലേക്ക്, ഒരു പ്രഭു ഭരണത്തിലേക്ക് ഈ നാട് തിരിച്ചു പോകും.